അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റീൻ്റെ പല ഡെഫിനിഷൻ പറഞ്ഞു, അങ്ങനെ കുറച്ച് ടേംസുകൾ പറഞ്ഞു. ഇത് നമുക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടൊന്ന് നോക്കാം, ഒന്ന് വായിച്ച് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി, ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ, ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. ഇൻട്രൊഡക്ഷൻ. In everyday language, the word probability describes events that do not occur with certainty. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഇവൻറ്റ് ഷുവറായിട്ട് നടക്കില്ല, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇവൻറ്റ് ഷുവറായിട്ട് നടക്കില്ല എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നടക്കാം, നടക്കാതിരിക്കാം, അതിനെപ്പറ്റി ഒരു എന്താണ് വ്യക്തതയില്ല. അത് ആ ഒരു കേസിലാണ് നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്യാം. When we look at the world around us, we have to conclude that our world functions more on uncertainty than certainty. Certainty എന്ന് വെച്ചാൽ എന്താ, ഷുവർ കണ്ടീഷൻസ്. അൺസർട്ടനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രോബബിലിറ്റി, നടക്കാം നടക്കാതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളാണ് നമുക്ക് നോക്കിയാൽ കൂടുതലുണ്ടാവുക. Thus, we speak of the probability of rain tomorrow, the probability that an electric appliance will be defective, or even the probability of nuclear war. ഇതൊക്കെ എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ പറയാറില്ലേ, ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള നമ്മൾ ചാൻസ് വെച്ച് പറയുന്നതൊക്കെ എന്താണ്, അവിടെയൊക്കെ നമ്മൾ പ്രോബബിലിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. The concept of probability has been an object of debate among philosophers, logicians, mathematicians, statisticians, physicists and psychologists for the last couple of centuries, and this debate is not likely to be over in the foreseeable future. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിലവിൽ വന്നത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അതുവരെ ഇതൊരു സബ്ജക്റ്റ് വൈസ് ആക്കണമെന്ന് തന്നെ കൺഫ്യൂഷനായിരുന്നു എമംഗ് ദ ഫോളോയിങ് പീപ്പിൾസ്. അപ്പം എല്ലാ ഫീൽഡിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് അതൊരു സബ്ജക്റ്റ് എന്ന രീതിയിൽ വന്നത് കുറച്ച് നാളായിട്ടേ ഉള്ളൂ. അടുത്ത, പ്രോബബിലിറ്റി ഈസ് എ നമ്പർ അസോസിയേറ്റഡ് വിത്ത് എൻ ഇവൻറ്റ് ഇൻറ്റൻഡ് ടു റെപ്രസെൻറ്റ് ഇറ്റ്സ് ലൈക്ലിഹുഡ്, ചാൻസ് ഓഫ് ഒക്കറിങ്, ഡിഗ്രി ഓഫ് അൺസർട്ടനിറ്റി ആൻഡ് സോ ഓൺ. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇവൻറ്റുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തായി, ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അതുമായിട്ട് അസോസിയേറ്റഡ് ചെയ്തതായിരിക്കും പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസ്, അതിനെപ്പറ്റിയായിരിക്കും ആ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The probability theory has its origin in game of chances. Now it has become a fundamental tool to scientific thinking. Game of chance എന്ന് പറയുന്നത് ഒരു പഴയകാല ഒരു ഗെയിമായിരുന്നു. ആ ഗെയിമിലാണ് നമ്മൾ പ്രോബബിലിറ്റി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. When a person chooses a specific course of action out of many possible courses open to him, or places his bet on a particular horse out of the many that take the field, if he or she is mentally, maybe though unconsciously, applying the theory of probability. നമ്മൾ പല കേസിലും നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും പ്രോബബിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. When a student decided to skip certain chapters while preparing for the examination, he is perhaps feeling that the probability of a question being asked from those chapters is very low, but still, in spite of its universal application, it's very difficult to give a satisfactory definition of the term probability. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി നമ്മൾ അറിയാണ്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞൊരു എക്സാമ്പിളാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാം വരുമ്പോൾ നമ്മൾ പല ചാപ്റ്റേഴ്സും നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. കാരണം എന്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്കിപ്പ് ചെയ്യാം, ആ ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യനേ വരുള്ളൂ, ക്വസ്റ്റ്യൻ വരാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മളവിടെ അറിഞ്ഞുകൊണ്ടൊരു എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മളവിടെ പ്രോബബിലിറ്റിയാണ് പറയുന്നത്, ഒരു ചാൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. To a layman, it's delightful vague concept. To a statistician, it's convenient tool to assign a numerical value to measure the uncertainty of an outcome. അപ്പം ഒരു സാധാരണക്കാരന് ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ചാൻസ് ആണ്. പക്ഷേ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യനെ സംബന്ധിച്ചോളം ഈ പ്രോബബിലിറ്റി പഠിക്കുന്നതിലൂടെ അവർക്ക് ഈ ഒരു സിറ്റുവേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രോബബിലിറ്റി ഇത്ര പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്താ, ഒരു സാധാരണക്കാരൻ പറയുക എന്താണ്, ഇന്ന് മഴ പെയ്യാൻ ഇത്ര പ്രോബബിലിറ്റി ഉണ്ട്. മറ്റേ ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ എപ്പോഴും എന്തായാലും ചെയ്യുക, ആ ഒരു ഇവൻറ്റിന് ഒരു കറസ്പോണ്ടിങ് ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യും, ഒരു എക്സാക്ട് വാല്യൂ ഇത്രത്തോളം ഉണ്ട് എന്ന്. അതാണ് ഈ പ്രോബബിലിറ്റി തിയറിയിൽ നമ്മൾ പറയാൻ പോകുന്നത്. The concept of probability is similar to that of distance, velocity, volume. It's clear intuitively but requires a clear-cut definition and some unit to measure it. നമ്മൾ ഈ ടേംസ് പറയില്ലേ, വെലോസിറ്റി, വോളിയം, ഇതുപോലെയുള്ള ഒരു ടേം തന്നെയാണ് പ്രോബബിലിറ്റി. അതിനൊരു പർട്ടിക്കുലർ യൂണിറ്റ് ഉണ്ട്, അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു ടേമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. The unit of measurement of probability is unity.
ഈ പ്രോബബിലിറ്റീൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. പ്രത്യേകിച്ചൊരു നമ്മൾ ഇപ്പം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അങ്ങനൊന്നും ഒരു പ്രത്യേക ഒരു എന്താണ് യൂണിറ്റ് ഇല്ല. നമ്മൾ സാധാരണ പെർസെൻറ്റേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷേ ഇതെന്താണ്, അതുപോലെ തന്നെയുള്ള ഒരു ടേമാണ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓൾസോ. Although probabilistic notions were used by ancient Greek philosophers such as Democritus, Epicurus and Carnus Lucretius, the theory of probability as a science began in the mid-17th century with the work of French scientist Blaise Pascal. ഇനി പറയാൻ പോകുന്ന കുറച്ച് ഹിസ്റ്ററിയാണ്. എന്ന് വെച്ചാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് എന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ആ ഒരു തിയറി പോർഷനാണ്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി, പഠിക്കുകയൊന്നും വേണ്ട, ക്വസ്റ്റ്യനൊന്നും വരില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ആൻഡ് പിയറി ഫെർമാറ്റ് ആൻഡ് ദ ഡച്ച് സയൻറ്റിസ്റ്റ് ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. The classical definition for the probability of a random event was formulated by the Swiss mathematician Jacob Bernoulli. നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡെഫിനിഷൻ ഫോർമുലേറ്റ് ചെയ്തത് ജേക്കബ് ബെർണോളി എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ്. ഇൻ ആർസ് കൺജക്റ്റേ ദ ആർട്ട് ഓഫ് കൺജക്ടേഴ്സ് ദ ഡെഫിനിഷൻ വാസ് ഗിവൺ ഇറ്റ്സ് ഫൈനൽ ഷേപ്പ് ലാറ്റർ ബൈ പിയറി ലാപ്ലാസ്. പിന്നെ ഒരു ഫൈനൽ ഡെഫിനിഷൻ, ആ ക്ലാസിക്കൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ, അതിനൊരു ഫൈനൽ ഡെഫിനിഷൻ കൊടുത്തത് പിയറി ലാപ്ലാസ് ആണ്. The important contribution to probability theory were made by the Russian mathematical school in the 19th century by P.L. Chebyshev, A.A. Markov and A.M. Lyapunov. The extensive employment of probabilistic concept in physics and technology demonstrated by the early 20th century that there was a need for a more refined definition of probability. നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ എംപീരിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഓരോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആ പ്രോബബിലിറ്റി ഡെഫിനിഷൻസ് നമ്മൾ മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പുതിയ ചേഞ്ചസ് ഒക്കെ വരുത്തി നമ്മൾ വേറൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നതാണ് എംപീരിക്കൽ definition of probability എന്ന് പറയുന്നത്. It was necessary in particular in order to eliminate the reliance of probability on common sense. Later, Richard von Mises attempted to give a general definition for the probability of a random event on the basis of the limit of its frequency of occurrence. However, അത് പിന്നെ വന്ന ഡെഫിനിഷനാണ് എന്ത്, ഫ്രീക്വൻസി ഡെഫിനിഷൻ അല്ലെങ്കിൽ നമ്മുടെ എംപീരിക്കൽ ഡെഫിനിഷൻ. നമ്മൾ എംപീരിക്കൽ ഡെഫിനിഷൻ എന്നാണ് പറഞ്ഞത്, അതിനെ ഫ്രീക്വൻസി ഡെഫിനിഷൻ എന്നും കൂടെ വിളിക്കാം. However, an axiomatic approach rather than a frequency are resulted in more refined definition of probability. പിന്നെ വന്ന ഒരു ഡെഫിനിഷനാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കാൻ